പലപ്പോഴും പല കാര്യങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തകരും നമ്മളൊക്കെയും തന്നെ വികാരാധീനാകാറുണ്ട്. സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പഴയ കാലം ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ വികാരം കൊണ്ട് ചിലപ്പോൾ കണ്ണീർ പൊഴിക്കാറുണ്ട്. ഒരു വേള അത് സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, വേദനയായിരിക്കാം, അല്ലെങ്കിൽ പിരിമുറുക്കമായിരിക്കാം. അങ്ങനെ പല പല വികാരങ്ങൾ. മനുഷ്യൻ ഒരു വികാരജീവിയാണല്ലോ. വി ഡി സതീശൻ ഇന്ന് അന്തരിച്ച ശ്രീ ജി കാർത്തികേയൻ, മുൻ സ്പീക്കറും കോൺഗ്രസ് നേതാവുമാണ്. അദ്ദേഹത്തിന്റെ ശാസ്തമംഗലത്തെ വീട്ടിൽ എത്തിയപ്പോൾ സുലേഖ ടീച്ചർ, അദ്ദേഹത്തിന്റെ ജി കാർത്തികേയന്റെ സഹധർമ്മിണി, കെ എസ് ശബരിനാഥന്റെ മാതാവ്, ടീച്ചറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ടീച്ചർ പറഞ്ഞ മറുപടി, ചീഫ് മിനിസ്റ്ററാണ്, ഇങ്ങനെ കരയരുത് എന്നാണ്. സത്യത്തിൽ അവരുടെ, സുലേഖ ടീച്ചറുടെ ആ നിഷ്കളങ്കതയും വി ഡി സതീശന്റെ ആ വികാര വായ്പും, ജി കാർത്തികേയൻ എന്ന നേതാവിനോടുള്ള ആ സ്നേഹം. ജി കാർത്തികേയൻ നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരു കുടുംബ സുഹൃത്ത് പോലെയായിരുന്നു. ഞാൻ മറ്റൊരു മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫീസിന് തൊട്ടടുത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്. മിക്കവാറും എന്നെ അങ്ങോട്ട് വിളിക്കും. അന്ന് മൊബൈൽ ഫോണൊക്കെ ഉണ്ടായി വരുന്ന കാലമാണ്. വിളിക്കും, നിയമസഭയെക്കുറിച്ച് സംസാരിക്കും. രാവിലെ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്, 10 മിനിറ്റ് കഴിഞ്ഞ് പോകാം. രാവിലെ 8 മണിക്കാണ്, ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് സ്പീക്കറായിട്ട് 8 മണി 8:30 അവിടെ നിയമസഭയിൽ എത്തണം. എന്നാലും ഒരുങ്ങിയിരുന്നിട്ട് എന്നോട് ഒരു 10 മിനിറ്റ് അദ്ദേഹം സംസാരിക്കും. ഇത് ജേക്കബ് ജോർജ് സാർ പറയുന്ന പോലെ അല്ല കേട്ടോ, സത്യമായ കാര്യമാണ്. അപ്പം അദ്ദേഹമായിട്ടൊരു കുടുംബ ബന്ധം. കെ ശബരിനാഥൻ അന്ന് പഠിക്കുന്ന കുട്ടിയാണ്. ടീച്ചർ അന്ന് കുട്ടിയം NSS കോളേജിലെ അധ്യാപികയാണ്. തുടർന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിട്ടൊക്കെ വന്നു, സുലേഖ ടീച്ചർ. അപ്പോൾ അത്രയും നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് വി ഡി സതീശൻ പൊട്ടിക്കരഞ്ഞത്. എന്തായാലും ചീഫ് മിനിസ്റ്ററാണ്, കരയേണ്ട കാര്യമില്ല. അങ്ങ് ചിരിക്കുകയാണ് വേണ്ടത്. അങ്ങ് നാടിൻ്റെ നായകനാണ്. അങ്ങ് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്. അങ്ങ് എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോകുന്നത്. അങ്ങ് കരയുകയല്ല വേണ്ടത്, അങ്ങ് കരയുന്ന ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അങ്ങ് കരയരുത്, അങ്ങ് ചിരിക്കണം. അങ്ങ് കരയുന്ന ജനതയെ ചിരിക്കാൻ ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന ഒരു നാടിനെ അങ്ങ് കരകയറ്റണം. അതുതന്നെയാണ് ശ്രീമതി സുലേഖ കാർത്തികേയനും ഉദ്ദേശിച്ചത്. അങ്ങ് ചീഫ് മിനിസ്റ്ററാണ്, കരയരുത്. വികാരങ്ങൾ പലത് കടന്നു വരും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ അങ്ങേക്ക് സാധിക്കണം. അങ്ങ് ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങേക്ക് അതിനെയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ വേണം, കൂടെ നിൽക്കുന്ന സാമാജികരുടെ പിന്തുണ വേണം. അതൊക്കെ ഉണ്ടാകും എന്ന് ആശീർവദിച്ചാണ് സുലേഖ ടീച്ചർ ജി കാർത്തികേയന്റെ ഭാര്യ അദ്ദേഹത്തെ യാത്രയാക്കിയത്, വി ഡി സതീശനെ യാത്രയാക്കിയത്. വളരെ വികാരനിർഭരമായ ഒരു രംഗത്തിനാണ് മാധ്യമപ്രവർത്തകർ സാക്ഷികളായത്. ഇനിയും ഇതുപോലുള്ള വികാരപരമായ രംഗങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകും. നാട്ടിന് പുതിയൊരു നായകനെ ലഭിച്ചിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങേക്കൊപ്പം തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ, മാധ്യമങ്ങളും സാധാരണ ജനങ്ങളും പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ തന്നെ ഉണ്ടാകും. അങ്ങ് നാടിനെ കരകയറ്റുക, ഭരണപരമായ പ്രതിസന്ധികളെ മറികടക്കുക, പുതിയ ചിന്തകളിലൂടെ, പുതിയ പദ്ധതികളിലൂടെ നാട്ടിന് നന്മ ചെയ്യുക, നാട്ടുകാർക്ക് നന്മ ചെയ്യുക. ജനങ്ങൾ തീർച്ചയായിട്ടും ഒപ്പമുണ്ടാക്കും. പ്രിയപ്പെട്ട വി ഡി സതീശൻ, അങ്ങ് കരയരുത്, വിതുമ്പരുത്. അങ്ങ് ചീഫ് മിനിസ്റ്ററാണ്, അങ്ങ് മുഖ്യമന്ത്രിയാണ്.